ഹായ്. അങ്ങനെ മറ്റൊരു വെള്ളിയാഴ്ച എത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ചകളിലാണ്. അപ്പം വ്യാഴാഴ്ച റിലീസുകളൊന്നുമില്ലായിരുന്നു. ഇനി വെള്ളിയാഴ്ചയാണ് റിലീസുകളൊക്കെ ഉള്ളത്. 8ഓളം റിലീസുകളാണ് ജൂലൈ മാസം 4-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള 8 സിനിമകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇംഗ്ലീഷ് മൂവിയാണ്. ജുറാസിക് വേൾഡ് റീബർത്ത് എന്നാണ് സിനിമയുടെ പേര്. സ്കാർലറ്റ് ജോൺസണൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ജുറാസിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിയാണ് നമുക്ക് എല്ലാവർക്കും. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ജൂലൈ മാസം 4-ാം തീയതി, അതായത് നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. തമ്മുടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ നിതിൻ, സപ്തമി ഗൗഡ, വർഷ ബൊമ്മല്ല, സ്വാസിക എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ നാളെ റിലീസ് ചെയ്യുന്നത്. അതായത് ജൂലൈ മാസം 4-ാം തീയതി തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മെട്രോ ഇൻ ദിനോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആദിത്യ റോയ് കപൂർ, സാറ അലി ഖാൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അനുരാഗ് ബസു ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയിൽ 4-ാം തീയതി, അതായത് ജൂലൈ മാസം 4-ാം തീയതി നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഓക്കെ. അടുത്തത് ഒരു കോമഡി മ്യൂസിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. പറന്തു പോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവ, ഗ്രേസ് ആന്റണി, അജു വർഗീസ് എന്നിവർക്കാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ 4-ാം തീയതി, അതായത് നാളെ ഈ സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി, യോഗി ബാബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ശ്രീ ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 3BHK എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ 4-ാം തീയതി, ജൂലൈ മാസം 4-ാം തീയതി തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു മലയാള സിനിമയാണ്. അഖനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ അരുൺ പാണ്ഡ്യയും കീർത്തി പാണ്ഡ്യനാണ് ഈ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ജൂലൈ മാസം 4-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് ഉള്ളത്. അടുത്തത് ഒരു മലയാളത്തിലുള്ള സിനിമയാണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ജങ്കാർ എന്ന് പറഞ്ഞ സിനിമ. ശ്വേതാ മേനോൻ, ശബരീഷ് വർമ്മ, ശരത പാരി എന്നിവരൊക്കെ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനോജ് ടി യാദവാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജങ്കാർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയും ജൂൺ മാസം 4-ാം തീയതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ. അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ്. രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ, അശോകൻ, സുധീഷ്, വിനീത്, സിദ്ധാർത്ഥ് ഭരതൻ, ശബരീഷ് വർമ്മ, ജഗദീഷ് എന്നിവർ നീണ്ടൊരു താരനിരയുള്ള സിനിമയാണ് ധീർ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ദേവദത്ത് ഷാജിയാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസം 4-ാം തീയതിയാണ് ഈ സിനിമയുടെയും റിലീസ് ഉള്ളത്. ജൂലൈ മാസം 4-ാം തീയതി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ബബ്ബയുടെ ഒരു എന്താ പറയുക, ഒരു അപ്ഡേറ്റ് അവർ പുറത്തു വിടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നാളെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ബബ്ബ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് കൂടി ആയിട്ടെ എന്നത് തിരിച്ചുവരവ് മീൻസ് നല്ലൊരു മാസ് മൂവി ആകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും സിനിമകളാണ് നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.